പാലക്കാട് മൈക്രോ ഫിനാൻസ് ഏജന്റുകളുടെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ഉപ്പുപാടം സ്വദേശി ശിവദാസനാണ് ആത്മഹത്യ ചെയ്തത്. ശിവദാസന്റെ ഭാര്യ മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഏജന്റുമാർ ഇവരുടെ വീട്ടിലെത്തി നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മൈക്രോ ഫിനാൻസ് ഏജന്റുമാരുടെ ഭീഷണി സാധാരണക്കാരെ വീണ്ടും വലയ്ക്കുകയാണ്. പാലക്കാട് ഉപ്പുപാടം സ്വദേശിയായ സുധാകരൻ്റെ ഭാര്യ മൈക്രോ ഫിനാൻസിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു. ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഏജന്റുമാർ ഇവരുടെ വീട്ടിൽ നിരന്തരം ഭീഷണിയുമായി എത്തിയതായി നാട്ടുകാർ പറയുന്നു. രാവിലെ വീട്ടിലെത്തുന്ന ഏജന്റുമാർ പലപ്പോഴും വൈകിട്ട് വരെ വീട്ടിൽ തുടരും. ഇതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് സുധാകരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി. ലോൺ എടുത്തത് 2-3 അടവ് തെറ്റിയിട്ടുണ്ട്. എത്ര അടവ് തെറ്റിയിട്ടുണ്ട്, എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. തെറ്റിയിട്ടുണ്ട്. പക്ഷെ അവർ നിരന്തരം വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എണിച്ച് വന്നാൽ പൈസ കിട്ടിയാൽ വീട്ടിൽ നിന്ന് പോകുള്ളൂ, അല്ലാതെ പോവില്ല. ഇപ്പോൾ രാവിലെ എണിച്ച് വരും, വൈകുന്നേരം വരെ അവിടെ ഇരിക്കും, വൈകുന്നേരം പോകും, വീണ്ടും രാവിലെ വരും. അങ്ങനെ 2-3 ദിവസമായിട്ട് നിരന്തരം അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മരിച്ചതിൻ്റെ അരമണിക്കൂർ മുമ്പും അവരുമായിട്ട് അവർ വീട്ടിലുണ്ട്. അപ്പോൾ അവരുടെ നിരന്തരം ഭീഷണി മൂലമാണ് ഇത് നടക്കാൻ സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പ്രദേശത്ത് നിരവധി ആളുകൾ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെന്നും ഇവരെല്ലാവരും സമാനമായ ഭീഷണി നേരിടുന്നുണ്ടെന്നുമാണ് വിവരം. സുധാകരൻ്റെ സംസ്കാരം നാളെ നടക്കും. കൈരളി ന്യൂസ്, പാലക്കാട്.